നമ്മൾ ഈ ഓൺലൈൻ പർച്ചേസ് ഒക്കെ ഇപ്പോൾ വളരെയധികം ചെയ്യുന്ന ഒരു സോഷ്യൽ മീഡിയ കാലഘട്ടമാണ്. എസ്പെഷ്യലി ഈ മിന്ത്ര, ഫ്ലിപ്കാർട്ട്, ആമസോൺ, ജിയോ ഇതിനൊക്കെ പുറമെ ഇൻസ്റ്റാഗ്രാമിൽ കുറേ ഇൻഡിപെൻഡൻറ്റ് പേജുകളുണ്ട്. അപ്പോൾ ആ ഒരു എന്താ പറയുക, അവരുടെ സ്റ്റാർട്ടപ്പ് ബ്രാൻഡുകളുടെ ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷ് ഫോട്ടോയിലൂടെ കണ്ടിട്ട് മാത്രം കൺവിൻസ്ഡ് ആയിട്ടായിരിക്കും പലപ്പോഴും നമ്മൾ ക്ലോത്ത്സൊക്കെ പർച്ചേസ് ചെയ്യാറ്. എനിക്ക് പണി കിട്ടിയിട്ടുണ്ട്. ഞാൻ കുറേ ഇതേപോലെ പർച്ചേസ് ചെയ്യും, പണി കിട്ടും, റിട്ടേൺ അടിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ പിന്നെ ഒരു റെസ്പോൺസ് ഉണ്ടാവില്ല, നമുക്കൊരു റീഫണ്ട് പോലും കിട്ടില്ല. ചില ടൈമിൽ നല്ല പ്രൊഡക്റ്റ് കിട്ടാറുണ്ട്. അങ്ങനെ കിട്ടുന്നവർ നമ്മൾ ഓബിയസ്ലി എന്ത് ചെയ്യും, വീണ്ടും വീണ്ടും ഓർഡേഴ്സ് കൊടുത്തിട്ട് ക്ലോത്ത്സും സാധനങ്ങളൊക്കെ മേടിക്കാറുണ്ട്. ഈ അടുത്ത കാലത്ത് നിന്നല്ല, മലയാളികൾ സോഷ്യൽ മീഡിയ തുറന്നാൽ ഏറ്റവും കൂടുതൽ കോൺട്രവേഴ്ഷ്യലായ ക്ലോത്ത് സെല്ലിങ് ഓൺലൈൻ പേജ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂൺ ഗോഡസ് ആയിരിക്കും. മൂൺ ഗോഡസിനെ കുറിച്ച് ഇതിന് മുമ്പും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ബട്ട് ഞാനിങ്ങനെ കണ്ടിന്യൂസ്ലി അവർ പിന്നാലെ പിടിച്ചു പോയിട്ടില്ല. വൈ? ബിക്കോസ് മൂൺ ഗോഡസ് ഇത്ര വലിയ സ്കാമാണ്. കുറേ പേരെ പറ്റിച്ചിട്ടുണ്ട്. വർഷങ്ങൾ പിടിക്കും അവരുടെ ഒരു ഓർഡർ നമ്മളൊരു ക്ലോത്തിന് പ്ലേസ് ചെയ്താൽ അത് കിട്ടാൻ വേണ്ടിയിട്ട് എന്നുള്ളതൊക്കെ വളരെ വൈഡായിട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് അത് ന്യൂസായി. ഈവൻ ന്യൂസ് ചാനൽസിൻ്റെ അടുത്ത് വരെ എത്തി. അവർ വരെ ഇതൊരു ടൈമിൽ ന്യൂസ് ആക്കിയിരുന്നു. എന്താണ് ഇത്, ഈ ഒരു ഇത്രയും വലിയ സ്കാം സോഷ്യൽ മീഡിയയിൽ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ബട്ട് എന്നാലും ഇവരുടെ അടുത്ത് ഓർഡേഴ്സ് പ്ലേസ് ചെയ്ത് ഈ മൂഞ്ചിക്കല്ല് പോയി പെടുന്ന ആളുകൾ ഇപ്പോഴും ഒരുപാട് പേര് റെഡി ആയിട്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്നാ നിങ്ങൾ പോയി കൊടുക്ക്. ഇതിനെക്കുറിച്ച് നമ്മളിപ്പോൾ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ട് അതിനൊരു റിസൾട്ട് വേണ്ടേ? ഞാൻ പറയുന്നത് ആ സ്ഥാപനം പൂട്ടിപ്പോണമെന്നോ അല്ലെങ്കിൽ അവരുടെ കച്ചവടം പൂട്ടിപ്പോണമെന്നോ അല്ല. കസ്റ്റമേഴ്സിന് പ്രോപ്പറായിട്ടുള്ള സർവീസ് കൊടുത്തിട്ട് ഏതൊരു ബിസിനസ് മുന്നോട്ട് പോയിക്കോട്ടെ. കസ്റ്റമറെ പറ്റിച്ചും വഞ്ചിച്ചിട്ടും മുന്നോട്ട് പോകുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ മൂൺ ഗോഡസിൻ്റെ കേസിൽ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം മൂൺ ഗോഡസ് എന്നുള്ള പേരെഴുതി അതിനടിയിൽ വരാൻ പോണ കമൻറ്റ് എന്താ അറിയോ? ഞാൻ ഓർഡർ ചെയ്തിട്ട് 1 വർഷമായി, എനിക്ക് സാധനം കിട്ടിയില്ല. ഞാൻ ഓർഡർ ചെയ്തിട്ട് 2 വർഷമായി, എനിക്ക് സാധനം കിട്ടിയില്ല. ഈ കമൻസ് കണ്ടിട്ടും ഇതൊന്നും ഫേക്ക് പ്രൊഫൈലല്ല, ജെന്യുവൻ പ്രൊഫൈൽസ് എന്ന് വന്നിട്ട് പോലും ഇതൊക്കെ കണ്ടാലും വീണ്ടും ഇവിടെ ഓർഡർ പ്ലേസ് ചെയ്യാൻ വലിയൊരു കൂട്ടം ആൾക്കാരുണ്ട് എന്നുള്ളതാണ് അവരുടെ ഒരു എന്താ പറയുക, അവരുടെ സക്സസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആൾക്കാർ എത്രയാണെങ്കിലും ഓർഡർ ചെയ്യാനുണ്ടല്ലോ, കണ്ടിട്ട് ആ ഒരു രസമുണ്ടല്ലോ എന്നുള്ള തോന്നിച്ചാൽ മതി റീലിൽ. ബാക്കിയൊക്കെ അവർ ഓർഡർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഓർഡർ കിട്ടിക്കോളും എന്നുള്ള മൂഡിലാണ് അവരെന്ത് ചെയ്യുന്നത്, കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ മൂൺ ഗോഡസിനെതിരെ ഒരു ലേഡി അവർ കംപ്ലൈൻറ്റ് കൊടുത്തു. അവർക്ക് കോടതിയിൽ നിന്ന് അതിന് നഷ്ടപരിഹാരം പാസ്സായി. ആ ടൈമിൽ മൂൺ ഗോഡസിൻ്റെ കസ്റ്റമർ കെയർ ഇവർ പ്രൊഡക്റ്റ് റിജക്റ്റ് ചെയ്തു. ആ ടൈമിൽ വിളിച്ചതിൻ്റെ ഒരു വോയിസും ഈ ലേഡി ഏതവസ്ഥയിലാണ് ഇവർക്കെതിരെ കേസ് കൊടുക്കാനുണ്ടായ സിറ്റുവേഷൻ ഉണ്ടായത് എന്നുള്ളതിനെ കുറിച്ചിട്ടും പറയുന്നതുമാണ് ഈ ഒരു പെർട്ടിക്കുലർ കോണ്ടൻറ്റ്. ഞാൻ വീണ്ടും പറയുന്നു, പറ്റിച്ച് വഞ്ചിച്ച് ആളുകളെ ഉഡായിപ്പ് കാണിക്കുന്ന ആ രീതിയിലുള്ള ഒരു ബിസിനസ്സുകളും അധികാരം മുന്നോട്ട് പോവില്ല. ആൻഡ് ഇപ്പോൾ ഈ മൂൺ ഗോഡസിൻ്റെ ഓണർ വന്നിട്ട് അവരൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ഒക്കെ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി സ്നേഹേനെയാണ് ഡിപ്പെൻഡ് ചെയ്യാറ് ഇങ്ങനത്തെ കോണ്ടൻറ്റ് വരുമ്പോൾ. കാരണം കൂടുതലായിട്ട് സ്നേഹയ്ക്ക് അറിയുന്ന അല്ലെങ്കിൽ ഈ ഒരു സംഗതിയാണല്ലോ ലേഡീസ് വെയർ കാറ്റഗറി ആയതുകൊണ്ട്. അപ്പോൾ സ്നേഹം ഓൾറെഡി പറയുന്നത് ഇത് ആൾക്കാർ മേടിക്കാനുണ്ടല്ലോ, എത്ര ഉടായ്പാന്ന് പറഞ്ഞാലും മേടിക്കാൻ ആൾക്കാരുണ്ട്, വീണ്ടും വീണ്ടും പോയി പെടാൻ ആൾക്കാരുണ്ട്. പിന്നെ ഇപ്പോൾ ഇതിലെന്ത് പറയാമെന്നുള്ള അത് വളരെ കാഷ്വലായിട്ട് ഒറ്റ ചോദ്യത്തിനുള്ളിൽ തിരിച്ച് ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ശരിയാണ്, അതുതന്നെയാണ് ഇവിടുത്തെ വിഷയം. എന്താണെങ്കിലും ഇവരുടെ ഈ ക്ലോത്ത് പർച്ചേസ് ചെയ്ത് അത് കിട്ടാതായി. ലാസ്റ്റ് കൺസ്യൂമർ കോടതി പോയി അവിടുന്ന് നഷ്ടപരിഹാരം പാസ്സാക്കിയ ആ ലേഡി അവർ സംസാരിക്കുന്ന വോയിസിലേക്ക് പോവാം. ഞാൻ 2024 ഓഗസ്റ്റ് 14 തീയതിയാണ് മൂൺ ഗോഡസ് ഒരു 699 ഒരു കുർത്തി ഓർഡർ ചെയ്തത്. അതിൽ ടോട്ടൽ 699 അതിൻ്റെ പ്രൈസും അതിൻ്റെ കൂടെ അതിൻ്റെ GST, ഷിപ്പിംഗ് ചാർജ് എങ്ങനെ എല്ലാം കൂടെ 807 ഞാൻ പേ ചെയ്തായിരുന്നു. അതിനകത്ത് അവർ നോർമൽ പറയുന്നത് പോലെ 90 വർക്കിംഗ് ഡേയ്സ് ആണ്. അത് നോക്കിയിട്ട് തന്നെയാണ് അവരുടെ വെബ്സൈറ്റിൽ നിന്ന് ഞാൻ ഓർഡർ ചെയ്തത്. അതിനുശേഷം ഞാൻ 90 വർക്കിംഗ് ഡേയ്സ് അല്ല 6 months വരെ ഞാൻ പ്രോഡക്റ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു. ഇവരുടെ ലേറ്റ് ആവും എന്നുള്ള ന്യൂസ് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ ഇവർ പ്രോഡക്റ്റേ മുക്കും എന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് ഞാനൊരു 6 month വരെ ഓക്കെ നമുക്ക് കിട്ടുമോ ഇല്ലയെന്ന് നോക്കാം എന്ന് വിചാരിച്ച് ഞാൻ വെയിറ്റ് ചെയ്തത്. 6 month ആയിട്ടും അവരുടെ നിന്ന് യാതൊരു റെസ്പോൺസും ഉണ്ടായില്ല. ഞാനപ്പോൾ അവരുടെ സൈറ്റിൽ കയറിയിട്ട് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തു. അതേപോലെ ഇൻസ്റ്റാഗ്രാമിൽ
അവർക്ക് മെസ്സേജ് അയച്ചു. ഇതിന് രണ്ടിനും അവരുടെ നോർമൽ ഫോർവേഡ് മെസ്സേജുകളാണ് അവരുടെ ഷിപ്പിംഗ് പോളിസിയും അവരുടെ പോളിസികളൊക്കെ ഉള്ള എല്ലാവർക്കും അയച്ചു കൊടുക്കുന്ന നോർമൽ ആയിട്ടുള്ള അവരുടെ ഫോർവേഡ് മെസ്സേജാണ് വന്നത്. വേറൊരു റിപ്ലൈയും എനിക്ക് ഇതിന് രണ്ടിനും മെയിലിലും കിട്ടിയില്ല, വാട്സപ്പിൽ ഇൻസ്റ്റാഗ്രാമിലും മെസ്സേജിനും കിട്ടിയില്ല. അങ്ങനെ ഒരു ദിവസം ഞാൻ അതും കഴിഞ്ഞ് ഒരു ജാനുവരിയിലാണ് പിന്നീട് ഞാൻ ഇവരുടെ ഒരു റീലിൻ്റെ താഴെ ആരോ ഇതേപോലെ പ്രോഡക്റ്റ് കിട്ടിയില്ല എന്ന് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാനും കമൻറ്റ് ചെയ്തത് എൻ്റെ പ്രോഡക്റ്റിനെ കുറിച്ചിട്ട്. അപ്പോൾ ഇവർ ഉടനെ അപ്പോൾ കമൻറ്റ് ഡിലീറ്റ് ചെയ്തതിന് ശേഷം അവരെനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു. ഞങ്ങളുടെ മാനുഫാക്ചേഴ്സ് ഞങ്ങൾക്ക് പ്രോഡക്റ്റ് കൊണ്ടുവന്ന് പ്രൊഡക്ഷൻ കഴിഞ്ഞ് കൊണ്ടുവന്ന് തരുമ്പോൾ മാത്രമേ ഞങ്ങൾക്ക് അതെപ്പോൾ തരാൻ പറ്റുമെന്ന് പറയാൻ പറ്റുള്ളൂ. അതിന് പ്രത്യേകിച്ച് ഒരു ടൈം പീരീഡ് ഒന്നുമില്ല. ഞങ്ങൾക്ക് എപ്പോൾ കിട്ടുന്നോ പ്രോഡക്റ്റ് അപ്പം ഞാൻ നിങ്ങൾക്ക് തരും എന്നുള്ള രീതിയിൽ വളരെ ഒരു കൺസ്യൂമേഴ്സിനോട് ഒരു റെസ്പെക്റ്റ് ഇല്ലാത്ത രീതിയിൽ നമ്മളൊരുമാതിരി നമ്മൾ അവരുടെ നിന്ന് പൈസ വാങ്ങിച്ചു എന്നുള്ള ഒരു രീതിയിലാണ് അവിടെ നിന്നുള്ള റെസ്പോൺസ് ഉണ്ടായത്. കസ്റ്റമർ റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ബിസിനസ്സിൽ. ഇവിടുത്തെ പല ബിസിനസ്സും പൂട്ടിപ്പോകുന്നത് ഈ ഒരൊറ്റ സാധനത്തിന് മുകളിലാണ്. മുതലാളി മാത്രം കസ്റ്റമേഴ്സിനോട് മര്യാദയ്ക്ക് നിന്നാൽ പോരാ, സ്റ്റാഫുകളും മര്യാദയ്ക്ക് നിൽക്കണം. ഇവിടെ മുതലാളി മര്യാദയ്ക്ക് നിൽക്കുന്നില്ല, സ്റ്റാഫുകളും മര്യാദയ്ക്ക് നിൽക്കുന്നില്ല. പിന്നെ ഇവിടെ പലരുടെയും മൈൻഡ് സെറ്റ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഓർഡർ ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഒരു 10, 400, 500, 600 റേഞ്ചിലാണ്, അല്ലെങ്കിൽ ഒരു 800 റേഞ്ചിലാണ്. ആ സാധനങ്ങൾ ഇനിയിപ്പോൾ കിട്ടിയാലും ഇല്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല, പോയത് പോട്ടെ, ഇതിൻ്റെ പിന്നാലെ നടക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള മൂഡിൽ പലരും എന്ത് ചെയ്യുന്നുണ്ട്, ഇവരുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ട് അങ്ങോട്ട് വിട്ട് കളയുന്നുണ്ട്. അങ്ങനെ വിട്ട് കളയേണ്ട കാര്യമൊന്നുമില്ല. നമ്മളുടെ ഓരോ പൈസയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓരോ പൈസയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ പൈസയ്ക്ക് നമുക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇവർ കറക്റ്റ് റെസ്പോൺസ് തരുന്നില്ല എന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് അതിൻ്റെ പിന്നാലെ പോയി നിയമ നടപടി എടുത്ത് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ 1 രൂപയെങ്കിൽ 1 രൂപ തിരിച്ച് നമുക്ക് കിട്ടുന്ന രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ ഇവിടെ നിയമമുണ്ട് ഇല്ലേ. അപ്പോൾ അത് ചെയ്യണം. ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം എന്താ വെച്ചാൽ ഇവിടുത്തെ സിസ്റ്റം. ഒന്നാമത് ഇതൊരു ഷോപ്പ് പോലെ തുറന്നു വെച്ച് 10 ആളെ അറിയിച്ചൊരു ബ്രാൻഡ് സെയിൽസ് പരിപാടി അല്ലാത്തത് കൊണ്ട് തന്നെ മേ ബി ആളുകൾക്ക് ഈ ഓൺലൈൻ വഴിയുള്ള പർച്ചേസിന് ഇനിയിപ്പോൾ ഇത് ഏത് രീതിയിൽ കേസ് കൊടുക്കണം, IT കേസ് കൊടുക്കണോ, സൈബറിൽ കേസ് കൊടുക്കണോ, ഫ്രോഡ് കൊടുക്കണോ, ചീറ്റിങ് കൊടുക്കണോ, ഇങ്ങനത്തെ അറിവില്ലായ്മ കൊണ്ട് ചിലപ്പോൾ മിസ്സായി പോകാറുണ്ട് ഇങ്ങനത്തെ സാധനങ്ങൾ. പക്ഷേ ഇവരുടെ കേസിൽ എന്താ പറയുക, ഇവരുടെ കേസിൽ ഇത്ര വർഷങ്ങളായിട്ട് ഇവർക്ക് എന്തുകൊണ്ട് പ്രൊഡക്റ്റ് കൊടുക്കാൻ പറ്റുന്നില്ല, വീഡിയോ ഇടാൻ പറ്റുന്നുണ്ട്, പ്രൊഡക്റ്റ് എന്തുകൊണ്ട് ഡെലിവർ ചെയ്യാൻ പറ്റുന്നില്ല. അവിടെയാണ് ഞാൻ കുറേ ഇവരുടെ വീഡിയോസ് എടുത്ത് നോക്കിയതും ഇവരുടെ പഴയ ഇഷ്യൂസിലൂടെയൊക്കെ പോയി നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത്. ഞാൻ ഇതിന് മുന്നേയും ഒരു വീഡിയോനകത്ത് ഇത് പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഒരു സാമ്പിൾ ഒരു പ്രൊഡക്റ്റിൻ്റെ ഇവർ കാണിക്കും, ഒരു ക്ലോത്തിൻ്റെ ഒരു സാമ്പിൾ കാണിക്കും, എന്നിട്ട് കുറേ ഓർഡേഴ്സ് എടുക്കും. അപ്പോൾ അതിലേക്ക് ബൾക്കായിട്ട് ഒരു 100 ഓർഡർ 200 ഓർഡറിൻ്റെ ക്യാഷ് ഇവർക്ക് ഓൾറെഡി വരും. ആ വരുന്ന ക്യാഷ് ഇവരെന്ത് ചെയ്യും, ഇതിൻ്റെ പ്രൊഡക്ഷൻ ടീമിന് ഇട്ട് കൊടുക്കും, എന്നിട്ട് ഇത് ഉണ്ടാക്കാൻ പറയും. ചില പീസുകളിൽ ഇവർക്ക് 200, ഇവർക്കൊരു ക്രൈറ്റീരിയ ആണ്. ഇപ്പോൾ വലിയൊരു സ്റ്റിച്ചിങ് യൂണിറ്റ് ആണെങ്കിൽ ഒരു പെർട്ടിക്കുലർ മോഡലിന് 400, 500 എന്ത് വേണം, ഞങ്ങൾക്ക് ഓർഡേഴ്സ് വേണം, എന്നാൽ മാത്രമേ നമ്മൾ പ്രോസസ്സ് ചെയ്യൂ എന്ന് പറയും. 10, 20 ഓർഡർ ആകുമ്പോൾ പ്രോസസ്സ് ചെയ്യില്ല. അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ എനിക്ക് കണ്ട് ഇഷ്ടപ്പെടുന്ന ഡ്രസ്സ് ചിലപ്പോൾ ഒരു 10, 30 ഓർഡർ മാത്രമേ മൂൺ ഗോഡസിന് കിട്ടിയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ അവരവരുടെ യൂണിറ്റിക്ക് കൊടുത്ത് അത് പ്രോസസ്സ് ആവില്ല. കാരണം അതിനൊരു മിനിമം അവർക്ക് ഈ 100 എണ്ണം വേണം, 150 എണ്ണം വേണം എന്നുള്ളതൊക്കെ ഉണ്ടാവും അവരുടെ ഒരു ക്രൈറ്റീരിയ. അപ്പോൾ അതാവുന്നത് വരെ അവർ വെച്ചുകൊണ്ടിരിക്കും. പിന്നെ ഓൾറെഡി ഇവർ പല പ്രൊഡക്റ്റിനും പല ഡേറ്റ്സാണ് പറയുന്നത്. 90 ദിവസം, 15 ദിവസം, പല ഷിപ്പിംഗ് ഡേയ്സാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതും ഒരു സീനാണ്, മനസ്സിലായില്ലേ? കാരണം ഇതിനൊരു ക്ലാരിറ്റി ഇല്ല. ഇപ്പോൾ സാധാരണ രീതിയിൽ നല്ലൊരു ബ്രാൻഡാണെങ്കിൽ അവരുടെ എല്ലാ പ്രൊഡക്റ്റും വിത്തിൻ ഇത്ര വർക്കിംഗ് ഡേയ്സ് കൊണ്ട് റീച്ച് ആവും എന്ന് പറയും. ഇവർക്ക് അതൊന്നുമില്ല, ഇവർക്കൊരു സ്റ്റെബിലിറ്റി ഇല്ല, മനസ്സിലായോ? ഒരു പ്രൊഡക്റ്റ് കാണിക്കും, ആ പ്രൊഡക്റ്റ് നിങ്ങൾ ഓർഡർ ചെയ്തു എന്ന് പറയും, അത് ഇത്ര ദിവസം കൊണ്ട്. അത് ചില പ്രൊഡക്റ്റിന് 90 ആവാം, ചില പ്രൊഡക്റ്റിന് 30 ആവാം, ചിലത് 15 ആവാം. ഈ വർക്കിംഗ് ഡേയ്സിൽ ഈ എണ്ണം പറയുന്നതേ ഉടായ്പാണ്, കുറേ കൂട്ടി പറയുന്നത്. കാരണം 90 ദിവസം എന്നൊക്കെ പറഞ്ഞാൽ ഇത് എത്രയാവും വർക്കിംഗ് ഡേ. ഇതിനിടയിലൊക്കെ കുറേ ഒഴിവുകളൊക്കെ വരുന്നുണ്ട്. സോ നമ്മൾ 3 മാസം എന്നൊക്കെ കാത്തിരിക്കും. പിന്നെ ഞാൻ ചിന്തിച്ചത് എന്താ വെച്ചെങ്കിൽ 999 രൂപയുടെ, 899 രൂപയുടെ, 650 രൂപയുടെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ 3 മാസം കാത്തിരുന്നിട്ട് മേടിക്കേണ്ട കാര്യമാണ്. അതായത് അത്രയും ഫിറ്റ് ആൻഡ് ഫിനിഷും ക്വാളിറ്റി ഉണ്ടോ ഈ ഡ്രസ്സിന്, മൂൺ ഗോഡസിൻ്റെ? ടു ബി ഹോണസ്റ്റ്, ഞാൻ ഇതിൻ്റെ കസ്റ്റമേഴ്സ് ആരെങ്കിലും നിങ്ങളൊന്ന് പറഞ്ഞതാ, നിങ്ങൾക്ക് ഇത്രയും അടിപൊളിയായിട്ട് തോന്നിയോ? നിങ്ങൾക്ക് ആ പ്രൈസ് റേഞ്ചിന് ഇവിടെ എത്രയോ കടകളില്ലേ പുറത്ത്? നിങ്ങൾക്കൊന്ന് ഇറങ്ങി നടന്നാൽ നിങ്ങളെ കണ്ണിൽ കണ്ട് കയ്യിൽ തൊട്ട് നോക്കി ഇട്ട് നമുക്ക് മേടിച്ചുകൂടെ? അപ്പോൾ ഇവരുടെ ഒരു ബിസിനസ് പാറ്റേൺ അതാണ്. അതായത് ആദ്യം ഒരു സാമ്പിൾ കാണിക്കുന്നു,
അതിന്ന് ബൾക്കായിട്ട് ഓർഡേഴ്സ് വരുമ്പോൾ അത് എടുക്കുന്നു, അത് പ്രോസസ്സ് ചെയ്യുന്നു. ബൾക്കായിട്ട് ഓർഡേഴ്സ് വന്നില്ലേ നിങ്ങളെ ഓർഡർ പ്ലേസ് ചെയ്ത് ആ പൈസ അവിടെ സ്റ്റക്ക് ആവുന്നു. കാരണം ഇല്ലെങ്കിൽ അവർ ഇനി നിങ്ങൾ കസ്റ്റമറൊക്കെ വിളിച്ചാൽ നിങ്ങളോട് വേറൊരു പ്രൊഡക്റ്റിലേക്ക് അത് കൺവേർട്ട് ചെയ്യാൻ പറയില്ല, അത് വേറെ വഴിയില്ല. പിന്നെ റീഫണ്ടും സാധനങ്ങളൊക്കെ എത്ര പേർക്ക് കിട്ടുന്നുണ്ട് കിട്ടുന്നില്ല എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഇവിടെ അലമ്പാണ്. ഈ മൂൺഗോഡസിൻ്റെ വർഷങ്ങളായിട്ടുള്ള അലമ്പാണ്. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ എനിക്ക് കൃത്യമായിട്ട് നിങ്ങളൊരു ടൈം പറയൂ, ഏത് സമയത്തിനുള്ളിൽ ആ പ്രോഡക്റ്റ് കിട്ടും എന്നുള്ളത് പറയൂ പറഞ്ഞപ്പോൾ അവർ പറയുന്നത് അവർക്കത് പറയാൻ പറ്റില്ല, എപ്പോൾ തരുന്നു അവർക്ക് തോന്നുന്ന സമയത്ത് അവർ തരും എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പം ഞാൻ കേസുമായിട്ട് പോകും പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു എന്നാൽ നിങ്ങൾ കേസുമായിട്ട് പൊക്കോളൂ, നമുക്കൊന്നുമില്ല എന്ന്. അങ്ങനെയാണ് ഞാൻ ഓൺലൈനായിട്ട് കൺസ്യൂമർ കോടതിയിൽ പരാതി രജിസ്റ്റർ ചെയ്തത്. പരാതി രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഒരു വർഷത്തോളം അതിൻ്റെ ഹിയറിങ്ങും കാര്യങ്ങളും ഒക്കെയായി. മെയ് 15-ാം തീയതിയാണ് അതിൻ്റെ ജഡ്ജ്മെൻറ്റ് വന്നത്. ജഡ്ജ്മെൻറ്റിൽ പറയുന്നത് നമുക്ക് 807 രൂപയാണ് ഞാൻ ആ പ്രോഡക്റ്റിന് ചിലവാക്കിയത്. അതിന് ഇത്ര നാളത്തെ പലിശയും എൻ്റെ കോടതി ചിലവും എല്ലാം കൂടെ എനിക്ക് 10,000 രൂപയാണ് നഷ്ടപരിഹാരമായിട്ട് ആ ജഡ്ജ്മെൻറ്റിൽ പറയുന്നത്. നമുക്ക് കസ്റ്റമേഴ്സിനോട് വളരെ എനിക്ക് പ്രത്യേകിച്ച് ഞാൻ കേസിനായിട്ട് പോകാനുള്ളൊരു കാര്യം, നമ്മൾ പൈസ കൊടുത്ത് ഓർഡർ ചെയ്യുന്ന ഒരു സാധനം അത് 100 രൂപയുടെ ആയിക്കോട്ടെ, 1000 രൂപയുടെയോ 10,000 രൂപയുടെയോ ആയിക്കോട്ടെ, പക്ഷെ നമുക്ക് കിട്ടേണ്ട ഒരു റെസ്പെക്റ്റ്, നമ്മൾ അവരുടെ നിന്ന് പൈസ മേടിച്ചു എന്നിട്ട് നമ്മൾ അവരെ പറ്റിച്ചു എന്നുള്ള ഭാവത്തിൽ നിന്ന് അവരുടെ ഒരു റെസ്പോൺസാണ് എനിക്ക് കോടതിയിൽ പോകണം, കേസ് ഫയൽ ചെയ്യണം എന്നുള്ളൊരു തീരുമാനം എടുക്കാനുള്ള മെയിൻ റീസൺ അതായിരുന്നു. അവരുടെ ഒരു കസ്റ്റമേഴ്സിനുള്ളിൽ റൗഡ് ബിഹേവിയർ അതൊരിക്കലും നമുക്ക് അങ്ങനെ ക്ഷമിച്ചു കൊടുക്കാൻ പറ്റുന്നൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റുമായിട്ട് പോയത്. ഇത്രയും ഒരു വർഷത്തോളം എടുത്തു കോടതിയിൽ എൻ്റെ പ്രൊസീജിയറുകളൊക്കെ കഴിഞ്ഞ് ജഡ്ജ്മെൻ്റ് ആവാൻ വേണ്ടിയിട്ട്. ഒരു കാര്യം പറയാൻ പറ്റുമോ, ഞാൻ കംപ്ലൈൻറ്റ് കൊടുത്തു എന്നുള്ളത് അവരറിഞ്ഞപ്പോൾ എനിക്ക് ഒരു 1 വീക്കിൻ്റെ ഉള്ളിൽ അവർ ഈ പ്രോഡക്റ്റ് എനിക്ക് അയച്ചു തന്നു. ഞാൻ എൻ്റെ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തതിന് ശേഷം അപ്പോൾ അവർ അയച്ചു തന്നപ്പോൾ ഞാനത് കൈപ്പറ്റിയില്ല. കാരണം ഞാൻ കംപ്ലൈൻറ്റ് കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ അവരോട് ചോദിച്ചു എൻ്റെ പ്രോഡക്റ്റ് എപ്പോൾ അയച്ചു തരും പറഞ്ഞപ്പോൾ അവർ റെസ്പോൺസ് ഒന്നും ചെയ്തില്ല, കംപ്ലൈൻറ്റ് കൊടുത്തോളാനുമാണ് പറഞ്ഞത്. അപ്പം ഞാൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ ഏത് ടൈപ്പിലുള്ള പ്രോഡക്റ്റ് അല്ലെങ്കിൽ എന്ത് ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് ഒന്നും എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ ആ പ്രോഡക്റ്റ് കൈപ്പറ്റിയില്ല, ഞാൻ തിരിച്ചയക്കുകയാണ് ചെയ്തത്. അങ്ങനെ തിരിച്ചയച്ചു കഴിഞ്ഞപ്പോൾ അവിടെ നിന്നൊരു കോള്, അവിടുത്തെ കസ്റ്റമർ കെയറിൽ നിന്നൊരു കോള് വന്നിട്ട് ചോദിച്ചു എന്താണ് മാഡം പ്രോഡക്റ്റ് നമ്മൾ അയച്ചിട്ട് മാഡം റിട്ടേൺ അടിച്ച എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു. അപ്പം ഞാൻ കാര്യം പറഞ്ഞു, ഞാൻ ഇത്രയും കാലം ഓർഡർ ചെയ്തിട്ട് ഇത്രയും കാലവും ഇതുവരെ നിങ്ങൾ പ്രോഡക്റ്റ് തന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കംപ്ലൈൻറ്റ് കൊടുത്ത ഉടനെ നിങ്ങൾക്ക് പ്രോഡക്റ്റ് അയക്കാമെങ്കിൽ ഞാനത് സ്വീകരിക്കാൻ ഞാനിപ്പോൾ തയ്യാറല്ല, അതുകൊണ്ട് തിരിച്ചയച്ചു എന്ന് മറുപടിയാണ് ഞാൻ അവരോട് പറഞ്ഞത്. അല്ലാതെ എന്നെ അവർ കോണ്ടാക്ട് ചെയ്തിട്ടോ ഒന്നുമില്ല കംപ്ലൈൻറ്റുമായി ബന്ധപ്പെട്ട്. മൂൺഗോഡസിൻ്റെന്നല്ല, ഇവിടെ ഒട്ടുമിക്ക പല ഉഡായിപ്പ് ഇങ്ങനത്തെ ബ്രാൻഡുകളുടെയും പിന്നാലെ ഒന്ന് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? റീഫണ്ട് കിട്ടും. നിയമപരമായിട്ട് പോയാൽ ഒന്നും നടക്കില്ല എന്നല്ല, നടക്കും, ബട്ട് ഇറ്റ് ടേക്സ് ടൈം. അതിന് നമ്മളെ പേഷ്യൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യം ഒന്ന് സ്വയം ഇതാക്കണം. കാരണം പേഷ്യൻ്റായിട്ട് ഇരിക്കണം. ഇപ്പോൾ ഇവർക്ക് 800 സംതിങ് രൂപയല്ലേ ഉള്ളൂ, ഞാനിപ്പോൾ അതിൻ്റെ പിന്നാലെ പോകേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവർ മിണ്ടാതിരിക്കുകയായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇവർ ബാക്കിയുള്ള കസ്റ്റമേഴ്സിനെ പോലെ തന്നെ എന്തായി, ഇതവിടെ പോയി, ഇതവിടെ കഴിഞ്ഞു, ഇനിയിപ്പോൾ ഇതിലും കൂടുതലില്ല, ഇതിന് നാളെ മൂൺഗോഡസിന് എന്തെങ്കിലും സ്കാം വരുമ്പോൾ ഇവർ ഇനിയും പറ്റിച്ചിട്ടുണ്ട് എന്ന് മാത്രം പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു വീഡിയോനടിയിൽ കമൻ്റ് ഇട്ട് തീരേണ്ടത് മാത്രമായിരുന്നു. പക്ഷെ അവരങ്ങനെയല്ല, അവർ വളരെ കൃത്യമായിട്ട് നിയമ നടപടിക്ക് പോയി. നിയമ നടപടി 800 രൂപ എന്നുള്ളതിൽ നിന്ന് അവർക്ക് 10,000 റുപ്പീസോളം അവർക്ക് എന്ത് കിട്ടി? റിട്ടേൺ കിട്ടി. ആൻഡ് മൂൺഗോഡസിന് ഈ പൈസ കിട്ടിയതിലുപരി അവരൊരു പാഠം പഠിപ്പിക്കാൻ പറ്റി. ഞാൻ ആലോചിക്കുന്നത് ഇതിനു മുമ്പും ഇവർക്കെതിരെ മാസീവായിട്ട് കേസുകൾ വന്ന സമയത്ത് അതൊക്കെ അന്ന് എങ്ങനെയാണ് സെറ്റിലായി പോയെന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. ഒരുപാട് കേസുകൾ വന്നു എന്നുള്ളതായിരുന്നു എൻ്റെ അറിവ്. കൊച്ചി ബേസ്ഡ് ആയിട്ട് തന്നെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് ഇവർക്ക് 400ഓളം പേരാണ് എൻ്റെ അറിവിൽ അന്ന് കേസ് കൊടുത്തത്. അത് ഭയങ്കര ന്യൂസായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ. അതെങ്ങനെയാണ് ആ സംഗതിയൊക്കെ സെറ്റിലായി പോയത്? അതോ ഇനി 400 പേരെയും ഇവർ സെറ്റിൽ ചെയ്ത് വിട്ടോ എന്നുള്ളതൊക്കെ ഞാൻ ഈ നിമിഷം ഒന്ന് ചിന്തിച്ചു പോവാണ്. ഞാൻ പറഞ്ഞല്ലോ, ഏതൊരാളാണെന്നുണ്ടെങ്കിലും മൂൺഗോഡസ് എന്നല്ല, ഇങ്ങനത്തെ ഏത് സ്ഥാപനത്തിൽ നിങ്ങളൊരു സാധനം മേടിക്കുക അല്ലെങ്കിൽ ഇതേപോലെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങളെ പറ്റിച്ചാൽ നിങ്ങൾ കാശ് വാങ്ങാൻ വേണം തിരിച്ച്. ഓക്കെ, അറ്റ് എനി കോസ്റ്റ് അത് മേടിച്ചേ പറ്റൂ. ഇനി വല്ല കസ്റ്റമർ റിലേഷൻ, മൂൺഗോഡസിൻ്റെ കസ്റ്റമർ റിലേഷൻ നിങ്ങൾക്ക് ഒന്ന് കേൾക്കണ്ടേ? കേട്ടോ? ഹലോ മാം, ഗുഡ് ഈവനിങ്. ഇത് വിളിക്കുന്നത് മൂൺഗോഡസിന്റെ റിട്ടേൺ സെക്ഷനിൽ നിന്നായിരുന്നേ.
ഓക്കെ മാം, ദൃശ്യ ഡി ആണോ? ദൃശ്യ അതെ. ഒരു ഓഗസ്റ്റ് 16 627750 എന്ന് പറയുന്ന ഒരു ഓർഡർ നമ്പർ ഒരു ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോ റിട്ടേൺ സെക്ഷനിലേക്ക് അത് റിട്ടേൺ വന്നിട്ടുണ്ട്. ഇന്നാണ് റിട്ടേൺ വന്നേക്കുന്നത്. അപ്പൊ അത് എന്താണ് എന്റെ എൻക്വയറി എന്താണെന്ന് അറിയാൻ വേണ്ടി ഈ സാധനം ഞാൻ എന്ന് ഓർഡർ ചെയ്തതാന്ന് പറഞ്ഞേ? ഓഗസ്റ്റ് 16 2024. ഇപ്പൊ മാസം എത്രയായി? ഇതിപ്പോ ജൂണ്. എത്ര മാസമായി? അത് മാമിന് അറിയാലോ, കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടൂലേ എത്ര നാളെ? നിങ്ങൾ പറ, നിങ്ങൾ എത്ര മാസമായി ഇപ്പൊ ഈ സാധനം? ഇതിപ്പോ നമ്മള് റിട്ടേൺ സെക്ഷനിൽ നിന്ന് വിളിക്കുന്നത് മാം. നിങ്ങൾ ഏതെന്ന് വിളിച്ചാലും എനിക്ക് അറിഞ്ഞൂടാ. ചോദിക്കാനാ വിളിച്ചേ. നിങ്ങൾ ഏത് സെക്ഷനിൽ നിന്നായാലും എനിക്ക് യാതൊരു കുഴപ്പമില്ല. ഞാന് നിങ്ങളെ പല പ്രാവശ്യം ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ എന്ത് മറുപടിയാ കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ മെയ് ലാസ്റ്റിന് കൺസ്യൂമർ കോടതിയിൽ കംപ്ലൈന്റും പോയിട്ടുണ്ട്. ആ കംപ്ലൈന്റ് നിങ്ങൾക്ക് എത്തിയ ഉടനെ നിങ്ങൾക്ക് ആ സാധനം ഇവിടെ അയക്കണമെങ്കിൽ എനിക്കത് വാങ്ങിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് അയക്കാനല്ല ഞാൻ എന്റെ കാശ് അവിടെ തന്നിട്ടുള്ളത്. ഞാൻ ലീഗലി അതിന്റെ വഴിക്ക് ആ കാര്യങ്ങൾ പോയിക്കോളും. അതുകൊണ്ട് തന്നെയാണ് ഞാനത് വാങ്ങിക്കാതിരുന്നത്. ശരി. ഇതുപോലുള്ള കസ്റ്റമർ റിലേഷൻ ആണ് നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ അവസ്ഥ. നമ്മൾ അങ്ങോട്ട് കാശ് കൊടുത്തൊരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്ത് ലാസ്റ്റ് നമ്മളെ ഒരു ഊമ്പിച്ച് വിട്ടിട്ട് നമ്മൾ കോടതിയിൽ പോയി നമുക്കെതിരെ ഒരു ഫേവറബിൾ ആയിട്ടുള്ള വിധി വന്നിട്ട് അപ്പം ഉടായ്പ് കാണിക്കാൻ നമ്മളെ അടുത്തേക്ക് പ്രൊഡക്റ്റ് അപ്പം കൊടുത്തയക്കാൻ പറ്റി. എന്നിട്ട് വിളിച്ചു കഴിഞ്ഞാലടക്കം ഒരു കസ്റ്റമറോട് സംസാരിക്കും. എനിക്ക് തോന്നുന്നു ഇത് കസ്റ്റമർ കെയർ എന്നല്ല, അതിൻ്റെ ഓണർ തന്നെ ലേഡി വിളിച്ചതാണ് അവരെ തോന്നുന്നു. എനിക്ക് ആ ഒരു അറഗൻസ് അതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവരുടെ ശബ്ദവും ഇപ്പോൾ ഈ വിളിച്ച ലേഡിയുടെ ശബ്ദവും കസ്റ്റമർ കെയർന്ന് ഇനി ഞാൻ പ്ലേ ചെയ്യാൻ പോകുന്ന ഇവരുടെ വീഡിയോ ഉണ്ട്, ഓണറെ വീഡിയോ, അതിനകത്തുള്ള ശബ്ദമൊക്കെ എനിക്ക് ഒരുപോലെ തോന്നുന്നു. അല്ലേ, ഒന്ന് ആലോചിച്ച് നോക്ക്. ഇവർ പറയുന്ന വർത്താനമാണ് ഇപ്പോൾ ഒരു കസ്റ്റമറോട് ഇപ്പോൾ എങ്ങനെ ഈ ഒരു മൂൺ ഗോഡസ് ഇത്ര കാലം നിലനിന്ന് പോയെന്ന് ഞാൻ ചിന്തിക്കും. ഇതിപ്പോൾ ഈ ഒരു ഒറ്റ കസ്റ്റമർ ഇങ്ങനെ എത്ര കസ്റ്റമറോട് ഇവർ റൂഡായി സംസാരിച്ചിട്ടുണ്ടാവും അല്ലേ? ടെമ്പർ തെറ്റണവരൊക്കെ ആണെങ്കിലേ കയറി അടിച്ച് പൊളിച്ചിട്ടുണ്ടാവും, ഭ്രാന്ത് പിടിച്ചിട്ട്. അങ്ങനെയുള്ള മനുഷ്യന് ഒരു തരം സീന് വരാണ്ട് നമ്മളെ കാശും പോയി നമ്മളോട് നിന്നിട്ട് ഇമാതിരി വൃത്തിയോട്ട വർത്താനം പറയുന്നു. സഹിക്കാത്ത ആരെങ്കിലുമൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ, ഇത് സീനായിരുന്നു. ഇത് ആണുങ്ങളോ വല്ല ഷർട്ടോ പാൻറ്റോ കച്ചവടമോ ഒക്കെ നേരെ കൊണ്ട് തീരുമാനം വേറെ ഉണ്ടാവും. ഇനി ഇതിൻ്റെ ഓണർ ഇത്രയൊക്കെ ഇത്ര കാലം ഇവർ റിയാക്ട് ചെയ്തിട്ടുണ്ട്. പലപ്പോഴും റൂഡായിട്ടും ഭയങ്കര എന്താ പറയുക പോടാവില്ല എന്നുള്ള രീതിക്കൊക്കെയാണ് ഇവരുടെ പല റിയാക്ഷൻസും വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇതേ വിഷയങ്ങൾ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായപ്പോൾ ഇവർ വന്നിട്ടൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം മൂൺ ഗോഡസ് സ്റ്റാർട്ട് ചെയ്തതേ 2017 ലാസ്റ്റ് 2018 കാലഘട്ടങ്ങളിലാണ്. മൂൺ ഗോഡസിനെ എല്ലാവരും അറിയുന്നത് 2020 കോവിഡിൻ്റെ സമയത്താണ്. അപ്പോൾ അത് മുതൽ ഇന്നേ വരെ മൂൺ ഗോഡസിനെ സ്നേഹിച്ച എല്ലാ കസ്റ്റമേഴ്സിനും ഒത്തിരി നന്ദി. മൂൺ ഗോഡസ് ഒരിക്കലും ഏറ്റവും വലിയ ബ്രാൻഡാകാനൊന്നും ശ്രമിച്ചിട്ടില്ല. ആ സമയത്ത് ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഏറ്റവും റേറ്റ് കുറവിൽ ഏറ്റവും നല്ല ഡ്രസ്സ് കൊടുക്കുക എന്നുള്ളത്, ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഡ്രസ്സ് കൊടുക്കുക എന്നുള്ളത്. അതിന് തക്കതായ കാരണങ്ങൾ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ആ തീരുമാനത്തിന് ഒത്തിരി പേര് നമ്മൾ സ്നേഹത്തോടെ കൂടെ കൂട്ടി ഒത്തിരി പേര് വിമർശിച്ചു. ആ വിമർശിച്ചതിൽ കുറേയൊക്കെ യാഥാർത്ഥ്യങ്ങളുണ്ടായിരുന്നു, കുറേയൊക്കെ വൈറലാവാൻ വേണ്ടിയിട്ട് ചെയ്തതുണ്ടായിരുന്നു. എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടില്ല എന്നാണ് വിടുക, അത് മൈൻഡാക്കാൻ പോകാറില്ല. പക്ഷേ അതൊക്കെ മൈൻഡാക്കണമായിരുന്നെന്നും എല്ലാത്തിൻ്റെയും പിന്നാലെ പോയി അതിന് മറുപടി കൊടുക്കണമെന്നുള്ളതും ഞാൻ അത്രയ്ക്ക് അതിനന്ന് എടുത്തില്ല. പിന്നെ കുറച്ച് ദിവസം മുന്നേ ഞാനൊരു സംസാരത്തിൻ്റെ ഇടയിൽ കേട്ട കാര്യമാണ്. അതായത് ഒരു ഇൻഫ്ലുവൻസറായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് വീഡിയോ വൈറലാവാനായിട്ട് മൂൺ ഗോഡസ് എന്നൊരു ഡ്രസ്സ് വാങ്ങി അതിൻ്റെ വീഡിയോ ചെയ്താൽ മതി, വെറുതെ ഒരു വീഡിയോ ചെയ്താൽ മതി. അത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലായി, മൂൺ ഗോഡസിൻ്റെ പേര് എന്ന് പറയുന്നത് ആളുകൾ ഒത്തിരി ശ്രദ്ധിക്കപ്പെട്ടു എന്നുള്ളത്. പിന്നെ ഇപ്പോഴും എന്താ പറയുക, ഇപ്പോൾ ഒരു സമയത്ത് ഇപ്പോൾ 2024 സമയത്ത് എൻ്റെ മകന് വന്ന ഒരു പ്രശ്നം, അതായത് ഹെഡ് ഇഞ്ചുറി, അതുപോലെ 2024 ലാസ്റ്റിൽ എൻ്റെ അമ്മയ്ക്ക് വൈകായിക വന്നതും 2025 അവരുടെ മരണവും, ഈ 2 കാലം എൻ്റെ ശ്രദ്ധ ഒന്ന് മാറ്റിയപ്പോൾ എന്താ പറയുക, നമ്മുടെ സിസ്റ്റത്തിൽ മാനേജ്മെൻറ്റിൽ ഒത്തിരി വീഴ്ചകൾ സംഭവിച്ചു. നമ്മുടെ ഫാക്ടറിയിലൊരു പ്രോബ്ലം സംഭവിച്ചു. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ നേരിട്ടത് കസ്റ്റമേഴ്സാണ്. അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഞാൻ ഏറ്റെടുക്കുകയും ചെയ്തു. അതായത്
അതിൽ മുൻകോടസ് തുടങ്ങുമ്പോൾ എൻ്റെ വിഷൻ എന്തായിരുന്നോ, അതായത് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും ബെസ്റ്റ് ഡ്രസ്സ് കസ്റ്റമറിന് കൊടുക്കണം എന്നുള്ളതായിരുന്നു. വില കൂട്ടി വെച്ചിട്ട് ഡിസ്കൗണ്ട് കൊടുക്കുന്നതും അതുപോലെ തന്നെ വില കൂട്ടി ഒരു 600-700% ഒക്കെ ലാഭം ഇട്ട് വെക്കുന്നതും സത്യം പറഞ്ഞാൽ ഈസിയാണ്. ഒരു ദിവസം ഒരു പ്രൊഡക്റ്റ് പോയാൽ മതി. പക്ഷേ എന്താ പറയുക, അത്രയും റേറ്റ് കുറവില്ല, അത്രയും റിസ്ക് എടുത്ത് അത് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് ഇത്രയും കേട്ടിട്ടും ഇത്രയും വിലക്കുറവിന് കൊടുക്കുന്നതുകൊണ്ട് ഇത്രയും ശത്രുക്കൾ ഉണ്ടാക്കി വെച്ചേക്കണം. വിലക്കുറവിന് കൊടുക്കുന്നുണ്ടോ? ആദ്യം സാധനം കൊടുക്കാത്തതാണല്ലോ ഇവിടുത്തെ പ്രശ്നം. ആളുകൾക്ക് കസ്റ്റമേഴ്സ് സാധനം കിട്ടുന്നില്ല. മാഡം, നിങ്ങളെ വിഷനെ കുറിച്ചൊക്കെ നിങ്ങൾ ഘോരം പറയുന്നുണ്ട്. മാഡം, ഒരു വിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ബിസിനസ് ഗ്രോ ചെയ്യണമെങ്കിൽ ആ പ്രൊഡക്റ്റ് ആളുകളിലേക്ക് എത്തണം ആദ്യം, അല്ലേ? ഇവിടെ ചില കാറ് കമ്പനിക്കാർ കാണിക്കുന്ന ഒരു പരിപാടിയുണ്ട്. വണ്ടിയാണ് ഇറക്കും, ഒരു ബ്രാൻഡിൻ്റെ ഒരു വണ്ടിയാണ് ഇറക്കും, ഒരു പെർട്ടിക്കുലർ മോഡൽ. റോട്ടിൽ കസ്റ്റമേഴ്സ് ബുക്ക് ചെയ്യും, വന്നിട്ട് 10,000-80,000 ബുക്കിംഗ് വന്നാലും കൊടുക്കാൻ നേരത്ത് 10,000-20,000 യൂണിറ്റ് അവരെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. റോട്ടിൽ ഈ വണ്ടി കാണൂല മോഡൽ, ലാസ്റ്റ് അത് പൊളിഞ്ഞു പോവുകയും ചെയ്യും. ഇതേ അവസ്ഥയാണ് ഇപ്പോൾ നിങ്ങളത്. നിങ്ങളൊരു പ്രൊഡക്റ്റ് ഇറക്കിക്കഴിഞ്ഞാൽ അത് ആളുകളെ ഇതിലെത്തി അവരിട്ട്, പിന്നെ നിങ്ങളുടെ ഏറ്റവും കൂടുതൽ പബ്ലിസിറ്റി എന്താ? നിങ്ങൾ വെറുതെ ഡ്രസ്സ് ഇട്ടിട്ട് വന്ന് ചുറ്റിക്കറങ്ങി പോകുന്ന വീഡിയോ ആണോ? അതിലുപരി മൂൺ ഗോഡസിൻ്റെ ഒരു ഡ്രസ്സ് ആളുകൾ ഇട്ട് അതിൻ്റെ ഫിറ്റ് ആൻഡ് ഫിനിഷും ക്വാളിറ്റിയും 10 ആളുകളോട് പറഞ്ഞ് അങ്ങനെയൊക്കെ ബുക്കിംഗ് വരില്ലേ? നിങ്ങളിവിടെ വന്നിരുന്ന് നിങ്ങളുടെ വിഷനെ കുറിച്ചൊക്കെ പറയുമ്പോണ്ടല്ലോ, നിങ്ങളെ വിഷൻ കാരണം വിഷമിച്ചത് ഇവിടുത്തെ കസ്റ്റമേഴ്സാണ്, പാവങ്ങൾ. അൺഫോർച്ചുനേറ്റ്ലി വർഷങ്ങളായിട്ട് നിങ്ങളുടെ ഓർഡർ ചെയ്തിട്ട് കിട്ടാത്ത ഡ്രസ്സ് കിട്ടാത്ത ആൾക്കാരുണ്ടേ. അപ്പോൾ അവരെ മുന്നിൽ വന്നിട്ട് നിങ്ങളെ കുടുംബ പ്രശ്നം, വീട്ടുകാരുടെ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇന്നലെ മൃണാലിൻ്റെ വീഡിയോ പറഞ്ഞ പോലെ നിർത്തി പോകണം, ഷട്ടറിട്ട് അടച്ചു പോകണം. പൂട്ട് വേണമെങ്കിൽ ആരെങ്കിലും ഞാൻ വേണമെങ്കിൽ കൊണ്ടുവരാം, അതാ നല്ലത്, അല്ലേ? അല്ല, ഇങ്ങനെ കഷ്ടപ്പാടാണെന്നുണ്ടെങ്കിൽ ഞാൻ ആലോചിക്കുന്നത് ഇതെന്തിന് കസ്റ്റമേഴ്സ് അറിയേണ്ട ആവശ്യം? കസ്റ്റമേഴ്സിന് അതിൻ്റെ കാര്യമില്ല. നിങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് ഇടുക, ഓർഡേഴ്സ് ലേറ്റ് ആവും. കാരണം എനിക്കിങ്ങനെ വിഷയങ്ങളുണ്ട്, ഐ ഹാവ് പേഴ്സണൽ പ്രോബ്ലംസ്. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു 2024, 2025, 2023 തുടങ്ങിയ വിഷയമൊന്നുമല്ല മൂൺ ഗോഡസിൻ്റെ ആണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ ഓൾമോസ്റ്റ് ആ ഒരു കൊറോണ ടൈമിലുള്ള നിങ്ങളുടെ ഒരു സക്സസ് ഉണ്ടല്ലോ, അവിടെ തുടങ്ങിയ സക്സസിൻ്റെ പീക്കിലെത്തിയത് മുതൽ ഈ ഡെലിവറിയുടെ പ്രശ്നങ്ങളുണ്ട്, റൂഡ് ബിഹേവിയറിൻ്റെ പ്രശ്നങ്ങളുണ്ട്, എല്ലാം അതിനകത്തുണ്ട്. ഓക്കെ, അത് നിങ്ങളുടെ ലൈഫിലെ പേഴ്സണൽ വിഷയങ്ങൾ കാരണമാണ് ഇത് സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് കസ്റ്റമേഴ്സിൻ്റെ തലയിൽ അവർ അനുഭവിച്ചോന്നുകൊണ്ട് വെച്ച് കൊടുക്കുന്നതല്ല ചെയ്യേണ്ടത്. കൃത്യസമയത്ത് കാശ് വാങ്ങി ഡെലിവർ ചെയ്യാൻ പറ്റണം. പിന്നെ ചെറിയ പൈസയ്ക്ക് ചെറിയ പൈസയ്ക്ക് സാധനങ്ങൾ വിൽക്കുന്നതും അല്ലെങ്കിൽ ചെറിയ പൈസ കാണിച്ചിട്ട് കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യുന്നതുമാണ് നിങ്ങളുടെ ബിസിനസ് മോഡൽ. ഓക്കെ, ആ ബിസിനസ് മോഡൽ ആ ചെറിയ പൈസയ്ക്കുള്ള സാധനം ആയതുകൊണ്ടാണ് ആളുകൾ വന്ന് അത് പെട്ടെന്ന് ഓർഡർ ചെയ്യുന്നത്. ആ പൈസ പോയാലും അവർ പോട്ടബില്ലെന്ന് വിചാരിക്കുന്നു, ആ ചെറിയ പൈസ ആയിട്ട് അവരത് കൂട്ടുന്നത് കൊണ്ടാണ്. 10,000, 20,000, 30,000 ആണ് നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് എന്നുണ്ടെങ്കിൽ എന്നോ ഇത് കൂട്ടിപ്പോകേണ്ട ഒരു സാധനമാണ്. ചെറിയ പൈസയ്ക്ക് ഒരാൾ വന്ന് ഓർഡർ ചെയ്യുമ്പോൾ അയാളുടെ മനസ്സ് നിങ്ങളൊന്ന് ആലോചിക്കുക, എനിക്ക് ഇത്രേ പൈസ ഉള്ളൂ, എനിക്ക് ആ പൈസയ്ക്ക് അത് കിട്ടുമല്ലോ, നല്ലൊരു സാധനം എന്ന് വിചാരിച്ചിട്ട് അവരുടെ ഒരു ഡ്രസ്സ് എന്ന് പറയുന്നത് അവരുടെ എന്താ ഒരു തരം ഡ്രീമാണ് നമുക്കല്ലേ. അത് വന്നിട്ടിട്ട് നമ്മൾ നിൽക്കുന്നത് നമ്മളിങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യും ഒരു പ്രൊഡക്റ്റ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ. അതൊക്കെയാണ് നിങ്ങളുടെ ഇപ്പോൾ വന്ന് ഈ പേഴ്സണൽ റീസണൊക്കെ പറഞ്ഞ് നിങ്ങൾ അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞ് ന്യായീകരിച്ച് തകർത്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയും കേട്ടിട്ട് നിനക്കൊന്ന് നന്നായിക്കൂടെ, വിലയിട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ ഞാൻ എന്ത് വിഷൻ്റെ പേരിലാണോ അത് തുടങ്ങിയത് അത് മാറ്റാനായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഇന്ന് എന്താ പറയുക, ഞങ്ങളുടെ സിസ്റ്റം മാനേജ്മെൻറ്റ് എല്ലാം ഇങ്ങനെ റെഡിയാക്കി വരികയാണ്. തെറ്റ് എവിടെയാണോ സംഭവിച്ചത് അവിടെ നിന്ന് അത് തിരുത്തിക്കൊണ്ട് വരികയാണ്, ഓരോ ദിവസം കൂടുതൽ ശക്തമായിട്ട് തിരിച്ചു വരാനായിട്ട്. ഇപ്പം നിങ്ങൾ പലരും വിചാരിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് ഇപ്പോൾ മൂൺ ഗോഡസിൽ ഭയങ്കര സംഭവമായിട്ടുള്ള പ്രൊഡക്റ്റ് ഒന്നും ഇല്ലാത്തതെന്ന്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെയിൻറ്റിങ്സാണ് സൈഡിലൂടെ മുഴുവൻ തയ്ച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ. അപ്പോൾ എത്രയും വേഗം തീർക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഞങ്ങളെ വിശ്വസിച്ച ഓരോ കസ്റ്റമറിനും നന്ദി, വിമർശിച്ചവർക്കും നന്ദി. കാരണം വിമർശനങ്ങളില്ലെങ്കിൽ ഒരിക്കലും എന്താ പറയുക, നമുക്ക് ഒന്നും മെച്ചപ്പെടുത്താനായിട്ട് പറ്റില്ല. പക്ഷേ വൈറലാവാൻ വേണ്ടി ചെയ്ത വിമർശനങ്ങൾ അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. പിന്നെ മൂൺ ഗോഡസിൻ്റെ യാത്ര എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റേറ്റ് കുറവിന് ഒരു സാധനം കൊടുക്കുക എന്ന് പറയുന്നത് അത്രയ്ക്ക് ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. ഇപ്പോൾ ഡെയിലി നമ്മുടെ അവിടുത്തെ നിന്ന് ഒരു 1000-2000 പ്രൊഡക്ട്സ് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കും ഇവർക്ക് എന്താ പ്രൊഡക്ട്സ് കിട്ടിയതെന്ന് പറഞ്ഞ് മെസ്സേജ് ഇടാത്തതെന്നൊക്കെ. ഇത് മൂൺ ഗോഡസിൻ്റെ എല്ലാ തെറ്റുകളും തിരുത്തി
ഏറ്റവും സൂപ്പറായിട്ട് തന്നെ വിലയൊന്നും കൂട്ടാണ്ട്. അപ്പോൾ കുറേ പേര് വിചാരിക്കുന്നുണ്ടാവും, അയ്യോ മുൻകോടസ് എന്താ ഇപ്പോൾ വേറെ പ്രൊഡക്ട്സ് ഒന്നും അങ്ങനെ ഇടാത്തത് എന്ന്. ഇടാത്ത വേറൊന്നും കൊണ്ടല്ല, പെയിൻറ്റിങ്സ് അങ്ങനെ വേഗം ഒന്ന് തീർന്നു പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അത് ഇതാക്കുന്നത്. കാരണം മുൻകോടസ് ഗുജറാത്തിൽ വേറെ ഓഫീസും ഫാക്ടറിയും തുടങ്ങിയായിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ കുറച്ച് ഇതിലാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ വില കുറച്ച് തരാൻ പറ്റിയ അത്രയും നല്ലതെന്ന് ഞാൻ വിചാരിക്കണേ. അതും എല്ലാവരുടെ കയ്യിലെത്തുന്നേക്കാളും മുന്നേ ഏറ്റവും ഫാസ്റ്റായിട്ട് കിട്ടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഓർക്കുക. അതായത് നിങ്ങൾക്കറിയാം ഏറ്റവും കൂടുതൽ കംപ്ലയിൻസ് വരുന്നത് 2024, 2025 സമയമാണ്. അപ്പം എൻ്റെ മോൻ്റെ ഹെഡ് ഇഞ്ചുറി വന്ന സമയത്തും എൻ്റെ അമ്മയ്ക്ക് വയ്യാണ്ടായ 2 സമയത്തും എനിക്ക് കുറച്ചൊന്ന് മാറി നിൽക്കേണ്ടി വന്നു. ആ മാറി നിൽക്കേണ്ടി വന്ന സമയങ്ങളിൽ നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ കുറേ മിസ്റ്റേക്കുകൾ. അപ്പം അതിനി പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അതിനെ വേഗം ശരിയാക്കുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. ആ ഉത്തരവാദിത്തം പൂർണ്ണമായി ഞാൻ ഏറ്റെടുക്കുന്നു. ഏറ്റവും ബെസ്റ്റായിട്ട് തന്നെ നിങ്ങളുടെ കൂടെ മുൻകോടസ് എപ്പോഴും ഉണ്ടാവും. പെൻഡിങ് ഒക്കെ തീർക്കുന്നൊക്കെയാണ് ഇപ്പോൾ വീഡിയോനകത്ത് ലാസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. തീർത്താൽ നിങ്ങൾക്ക് നല്ലത്. കാരണം ഇതിൻ്റെ അകത്ത് എക്സിസ്റ്റ് ചെയ്യണ്ടേ. ഭയങ്കര വലിയ കോമ്പറ്റീഷനുള്ള മാർക്കറ്റാണ് ഈ ഡ്രസ് ഇൻഡസ്ട്രി. അത് ഈ ഓൺലൈൻ സെയിൽസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അധികം സീനുള്ളതാണ്. അപ്പോൾ ആ മാർക്കറ്റിനകത്ത് പിടിച്ച് നിൽക്കണമെങ്കിൽ നല്ല കസ്റ്റമർ സർവീസ് കൊടുക്കണം, കറക്റ്റ് ടൈമിൽ ഓൺ ടൈം ഡെലിവറി കൊടുക്കണം, നല്ല പ്രൊഡക്റ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം, ഒക്കെ വേണം. പിന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, മൂൺ ഗോഡസിൻ്റെ പേര് പറഞ്ഞ് വൈറലായാൽ ഏത് പെട്ടെന്ന് കയറി വന്നൊരു ഇൻഫ്ലുവൻസർക്ക് വൈറലാവണമെങ്കിൽ മൂൺ ഗോഡസ് എന്നൊരു ഡ്രസ്സ് ഓർഡർ ചെയ്യുക, എന്നിട്ടൊരു വീഡിയോ ചെയ്യാതെ നിങ്ങൾക്ക് ഒരു ഇത്തിരി ഉളുപ്പുണ്ടെങ്കിൽ നിങ്ങളത് പറയും. കാരണം നിങ്ങൾക്ക് സ്വയം ചിന്തിച്ചൂടെ, ആ വീഡിയോ ചെയ്യുന്ന ആൾ അത്രയും നെഗറ്റീവ് ഉള്ളത് കൊണ്ടാണ് അത് യൂസ് ചെയ്യണമെന്നുള്ളത്. നിങ്ങൾക്ക് ഇത്രത്തോളം നെഗറ്റീവ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എതിരെ ഇത്രത്തോളം അലിഗേഷൻസ് ഉള്ളത് കൊണ്ട് അത് യൂസ് ചെയ്യണോ, അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് ചിന്തിച്ചൂടെ. അപ്പോൾ അതെന്തോ ഒരു ക്രെഡിറ്റ് പോലെ പറഞ്ഞിട്ട് പോയപ്പോൾ എനിക്ക് എന്താ തോന്നിപ്പോയിട്ടാ സീരിയസ് ആയിട്ട്. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറച്ചും കൂടി എന്ത് ചെയ്യുക അറിയോ, മനസ്സിലാക്കുക. അതായത് പെൻഡിങ്സ് ഉണ്ട്, നിങ്ങളെ വായ തന്നെ വന്നു, പെൻഡിങ്ങുകളാണ് ഇപ്പോൾ തീർത്തുകൊണ്ടിരിക്കുന്നത്, പെൻഡിങ്സ് ഉണ്ട്, പുതിയ പ്രൊഡക്ട്സ് ഒക്കെ വരാൻ ഇനി സമയം പിടിക്കും. സമയം പിടിച്ചോട്ടെ, ഒരു കുഴപ്പമില്ല. ഉള്ളത് തീർത്ത് കാശ് തന്നവരൊക്കെ പിരിച്ചു വിട്ട് ഒന്നില്ലെങ്കിൽ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ കാശ് തിരിച്ചു കൊടുത്തിട്ട് നിങ്ങൾ പരിപാടികൾ രണ്ടാമത് ഓണാക്കിക്കോ. പിന്നെ പേഴ്സണൽ ലൈഫിൽ പല പ്രശ്നവും വരും. അതിപ്പോൾ കസ്റ്റമേഴ്സ് അറിയേണ്ട കാര്യമൊന്നുമില്ല. കസ്റ്റമർക്ക് ആകെ ഒരു ചോദ്യം ഉണ്ടാവുള്ളൂ, നിങ്ങൾക്ക് പേഴ്സണൽ ലൈഫിൽ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ബിസിനസ് കൂട്ടിയിട്ട് പോയിക്കോ. ഞാനെന്തിനാ അറിയേണ്ട ആവശ്യമൊന്നും ഒരു കസ്റ്റമർ ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മൾ അവിടെ ഇരുന്ന് പോകാമല്ലേ, അല്ലേ? ഏതെങ്കിലും ഒരു കസ്റ്റമർ വന്നിട്ട് ചോദിക്കുക, നിൻ്റെ പേഴ്സണൽ ലൈഫിൽ പ്രശ്നം ഞാൻ എന്തിനിടയിൽ അറിയേണ്ട ആവശ്യം, ഞാൻ കാശ് തന്നിട്ട് എനിക്കും പ്രശ്നങ്ങളുണ്ട്. മനസ്സിലായി? നിങ്ങൾക്ക് ഇത്രയും ബിസിനസ് നടത്തി കൊണ്ടുപോകാൻ സീനുണ്ട്, അല്ലെങ്കിൽ ചെറിയ പൈസയ്ക്ക് സാധനം കൊടുക്കുന്നത് ഭയങ്കര എഫേർട്ടാണെന്നുണ്ടെങ്കിൽ ആ ചെറിയ പൈസയ്ക്കുള്ള സാധനം വാങ്ങുന്ന ഒരാൾ രാപ്പകലില്ലാതെ അധ്വാനിച്ച കാശിനാണ് ഇത് വാങ്ങുന്നത്. ആ കസ്റ്റമർ പറയണേ, ഞാൻ രാപ്പകൽ അധ്വാനിച്ച് ഞാൻ ഉണ്ടാക്കിയ കാശ്, എനിക്ക് നിൻ്റെ പ്രശ്നങ്ങൾ അറിയണ്ട, നിൻ്റെ പോലെ തന്നെ ഞാനും സ്ട്രഗിൾ ചെയ്തിട്ടാണ് കാശ് ഉണ്ടാക്കി, എനിക്ക് പ്രൊഡക്റ്റ് വേണം. ഇത് വർഷങ്ങളോടെ കിട്ടാതിരിക്കുമ്പോൾ നാട്ടുകാരിളകാതിരിക്കുമോ? എന്താണെങ്കിലും മൂൺ ഗോഡസ് അറിയില്ല ഇനിയും പ്രൊഡക്റ്റ് കൊടുക്കാതെയും കിട്ടാതെയും ആളുകൾ ഉണ്ടാവുമോ എന്നുള്ളത്. മര്യാദയ്ക്കൊക്കെ ബിസിനസ് മുന്നോട്ട് പോയാൽ എല്ലാവർക്കും ഓക്കെയാണ്. അല്ലാതെ ഇനി ഇത് ബിസിനസ് എങ്ങാനും പൊളിഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും വീഡിയോ ഇട്ട് പൊട്ടിച്ചു എന്ന് പറഞ്ഞ് അടുത്ത കരച്ചിലായിട്ട് വരാൻ നിൽക്കരുത്.